പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അന്ന സാൻഡ്രിയ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമാണല്ലോ. അതിനോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ നടത്തുന്ന പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗണിതം എത്ര സുന്ദരം, ഗണിതം എത്ര സുന്ദരം, ഒന്നിനോടൊന്നു ചേർത്താ രണ്ടായി മാറുമേ. ഗണിതം എത്ര സുന്ദരം, ഗണിതം എത്ര സുന്ദരം. ഗണിതമെന്ന് കേൾക്കുമ്പോൾ മധുരമെന്ന് തോന്നണം, മധുരമായി മാറുവാൻ കൂട്ടുകാരനാക്കണം. കൂട്ടലും കുറക്കലും ആദ്യമായി പഠിക്കണം, ഹരണവും ഗുണനവും തെറ്റില്ലാണ്ട് ചെയ്യണം. തരണം നല്ല കഴിവുകൾ ഞങ്ങൾക്കായി ഈശ്വര. ദേശീയ ഗണിതശാസ്ത്ര ദിനത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഫിലിസ്. സ്നേഹമുള്ളവരെ, എല്ലാ വർഷവും ഡിസംബർ 22 ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി നാം ആചരിക്കുന്നു. ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ മഹാത്മാവിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 നാം ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഗണിതശാസ്ത്ര മേഖലയിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു അത്ഭുത പ്രതിഭയായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. 2012 അദ്ദേഹത്തിന്റെ 120ാം ജന്മദിനത്തോടനുബന്ധിച്ച് ലോകം മുഴുവൻ ഗണിത വർഷമായി ആചരിക്കുകയുണ്ടായി. ആ വർഷം മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു പോരുന്നു. ഈറോഡ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1729 എന്ന സംഖ്യ രാമാനുജൻ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. നിമിഷാർത്ഥം കൊണ്ട് മനസ്സിൽ കണക്കുകൾ കൂട്ടുവാനുള്ള ഒരു അത്ഭുത കല അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഗണിതം. ഗണിത പ്രഹേളികളിലെ അത്ഭുത പ്രതിഭാസങ്ങളെ കാണുവാനും ആസ്വദിക്കുവാനും നൂതന കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും നിങ്ങൾക്കും സാധിക്കട്ടെ. ഇനി നമുക്ക് LP കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഗണിത കളികളും പസിൽസുകളും കണ്ടാലോ. ഒന്നെന്ന് ചൊല്ലുമ്പോ ഒന്നിച്ചു നിൽക്കണം, രണ്ടെന്ന് ചൊല്ലുമ്പോ കൈ രണ്ടും പൊക്കണം, മൂന്നെന്ന് ചൊല്ലുമ്പോ മൂക്കുമ്മേ പിടിക്കണം, നാലെന്ന് ചൊല്ലുമ്പോ നാണിച്ചു നിൽക്കണം. ആദ്യമെണ്ണം ഒന്നാണ്, കുടയ്ക്കു കാലൊന്നാണ്, ഒന്നും രണ്ടാണ്, നമുക്കു കൈകൾ രണ്ടാണ്, രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങയ്ക്കു കണ്ണുകൾ മൂന്നാണ്, മൂന്നും ഒന്നും നാലാണ്, മേശയ്ക്കു കാലുകൾ നാലാണ്, നാലും ഒന്നും അഞ്ചാണ്, ഒരു കൈ വിരലുകൾ അഞ്ചാണ്, അഞ്ചും ഒന്നും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആസിഫ് ജീസൻ. ഞാൻ 3rd Aയിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാത്സ് പസിലാണ്. 9 കുത്തുകളെ 4 വര കൊണ്ട് കൈയെടുക്കാതെ എങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ കോർണറിൽ നിന്ന് ആദ്യത്തെ വര വരക്കാം, അടിയിലേക്ക് വരക്കാം. രണ്ടാമത്തെ വര അല്പം കൂടി താഴത്തേക്ക്, മൂന്നാമത്തെ വര വരക്കാം, മുകളിലേക്ക്, അല്പം കൂടി മുകളിലേക്ക് വരക്കാം, നാലാമത്തെ വൺ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഹലോ, ഞാൻ ഹേമന്ത് 3Aയിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണക്കിൻ്റെ ഒരു കളിയാണ്. നോക്കൂ, 25 × 25, 5 × 5 എത്ര? 25. 2 × 2 4, 4 + 2 എത്ര? 6, 625. അടുത്തത് 30. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാത്സിലെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ആദ്യം ഒരു സ്ക്വയർ ഷേപ്പിലെ ഇത് വരച്ചിട്ട് അതിൽ മൊത്തം 9 കോളങ്ങൾ വരയ്ക്കണം. എന്നിട്ട് ആദ്യത്തെ കോളത്തിൽ 0, 1, 2, പിന്നെ ഇവിടെ 2 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, 2, 3, 4, പിന്നെ ഇവിടെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, 4, 5, 6. ഇത്ര എഴുതിയല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് 1 തൊട്ട് എഴുതണം. 1,
നമുക്ക് ആശംസകൾ നേരുന്നതിനാൽ സബല ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. പ്രിയ കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭയായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 നാം ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു പോരുന്നു. ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ അദ്ദേഹം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഈറോഡിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നാണ് ആ നിലയിൽ എത്തിച്ചേർന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരം ദിനാചരണങ്ങൾ നടത്തുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുകയും പ്രചോദനം ഉൾക്കൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയം എത്തിപ്പിടിക്കാനുള്ള അവസരമായി മാറ്റിയെടുക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കിത്തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അനി ജോർജിനും മറ്റെല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗണിതത്തിലെ കൂടുതൽ അറിവുകളും പരിപാടികളുമായി യുപിയിലെ കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു. Hello everyone, I am Ananya, your friend from class 5. Here I am trying to narrate a small story on circle. He is a circle, round in shape. One fine day, he thought he will go around and see what other things have taken its shape. He went straight to a busy road. Oh wow, lots of vehicles including cycles. All their tires are round. Then he went to a busy place where balloons are sold. Aha, balloons are round. Oh, there is a ground where a boy... എല്ലാവർക്കും നമസ്കാരം. 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് നാം ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത്. ഗണിതശാസ്ത്രത്തിന് അതിവിശിഷ്ട സംഭാവന നൽകിയ ഒരു ശാസ്ത്ര പ്രതിഭയാണ് അദ്ദേഹം. രാമാനുജൻ നമ്പർ എന്ന് അറിയപ്പെടുന്ന 1729 രണ്ട് വ്യത്യസ്ത നമ്പറുകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് രണ്ട് വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്ന് രാമാനുജൻ. This is Ramanujan's magic square. Do you know what is the relation between the magic square and Ramanujan? Check the first row. 22, 12, 18, 18, 7. It's his own birthday. And the sum of each row and columns equal 139. A prime numbers. Thank you. നമസ്കാരം, ഞാൻ മരിയാസ്. ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട പസിൽ ചാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഉണ്ണിയും മനുവും കൂട്ടുകാരാണ്. ജൂൺ 22 ഉണ്ണിയുടെ പിറന്നാളാണ്. പിറന്നാൾ ആഘോഷത്തിൽ മനു സമ്മാനവുമായി എത്തി. ഉണ്ണി സമ്മാനപ്പൊതി തുറന്നു നോക്കിയപ്പോൾ 3 പൂച്ചക്കുഞ്ഞുങ്ങൾ. ഈ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായം വരുമെന്ന് ഉണ്ണി മനുവിനോട് ചോദിച്ചു. മനു പറഞ്ഞു, 3 പൂച്ചക്കുഞ്ഞുങ്ങളുടെയും പ്രായത്തിൻ്റെ ഗുണനഫലം 36 പൂച്ചക്കുഞ്ഞുങ്ങളെയും പ്രായങ്ങളുടെ തുക എൻ്റെ ഇഷ്ടപ്പെട്ട സംഖ്യയാണ്. മൂത്ത പൂച്ച കറുപ്പാണ്. ഉണ്ണി ഉടനെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ശരിയായ പ്രായം കണ്ടെത്തി. ഉണ്ണി കണ്ടെത്തിയ ഉത്തരം എന്തായിരിക്കാം? നമുക്ക് നോക്കാം. ആദ്യത്തെ സൂചന ഇങ്ങനെയായിരുന്നു: 3 പൂച്ചക്കുഞ്ഞുങ്ങളുടെയും പ്രായത്തിൻ്റെ ഗുണനഫലം 36 ആണെന്നാണ്. അപ്പോൾ 36 ലഭിക്കും വിധം നമ്മൾ ഗുണിക്കുക. അപ്പോൾ ലഭിക്കുന്ന ഉത്തരങ്ങൾ ഇങ്ങനെയാണ്: 1 × 1 × 36 36, 1 × 2 × 18. രാമാനുജൻ നമ്പറായ 1729ന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. 2 ക്യൂബുകളുടെ തുകയായി 2 തരത്തിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അതായത് 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 പ്ലസ് 729 ഇസ് ഈക്വൽ ടു 1729. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് ഇസ് ഈക്വൽ ടു 1728 പ്ലസ് 1 is equal to
1729. അതുപോലെ ഇതിലെ ഡിജിറ്റ്സ് കൂട്ടിയാൽ അതായത് 1 + 7 + 2 + 9 = 19 എന്ന് കിട്ടും. 19ന്റെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 91 എന്ന് ലഭിക്കും. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്താൽ 1729 എന്ന ഉത്തരം തന്നെ ലഭിക്കും. താങ്ക് യു. ബഹുമാനപ്പെട്ട മാനേജർ, ഹെഡ് മിസ്ട്രസ്, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞ ചാക്കോ മാഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകുമല്ലോ അല്ലേ? എന്നാൽ ഇന്ന് കണക്കിന്റെ രാജകുമാരനായ കാൾ ഫ്രെഡറിക് ഗോസിനെ കുറിച്ചാണ് ടീച്ചർ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാൾ ഫ്രെഡറിക് ഗോസ് ഉണ്ടല്ലോ, ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായ കുട്ടിയായിരുന്നു. അവന്റെ പ്രൈമറി ക്ലാസ്സിൽ നടന്ന ഒരു രസകരമായ സംഭവമാണ് ഇന്ന് നിങ്ങളുമായി ടീച്ചർ പങ്കുവയ്ക്കുന്നത്. നന്നേ വികൃതിയായിരുന്ന അവനെ ക്ലാസ്സിലൊന്ന് അടക്കിയിരുത്താൻ അവന്റെ ടീച്ചേഴ്സ് നന്നേ പണിപ്പെട്ടു. ഒരിക്കലും അവന്റെ മാത്തമാറ്റിക്സ് ടീച്ചർ അവനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി ഒരു ബുദ്ധി പ്രയോഗിച്ചു. എന്താണെന്നല്ലേ? 1 മുതൽ 100 വരെ സംഖ്യകൾ അവനോട് എഴുതാൻ പറഞ്ഞു. എന്നിട്ടോ എഴുതിയാൽ മാത്രം പോരാ കേട്ടോ, എഴുതിയിട്ട് ഇതിന്റെ എല്ലാം തുക കണ്ടെത്താൻ കൂടി കുഞ്ഞു ഗോസിനെ ടീച്ചർ ഏൽപ്പിച്ചു. ടീച്ചർ വിചാരിച്ചു കുറച്ചു സമയം അവൻ അടങ്ങിയിരിക്കുമല്ലോ. എന്നാൽ കഥ മറ്റൊന്നായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ ഉത്തരവുമായി ടീച്ചറിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ പഴയതുപോലെ തന്നെ തന്റെ കുസൃതികൾ തുടർന്നു. ഇപ്പോൾ ടീച്ചർ ആശ്ചര്യപ്പെട്ടു. എന്താണെന്നല്ലേ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അവൻ അന്ന് അവന്റെ പ്രൈമറി ക്ലാസ്സിൽ കണ്ടെത്തിയ ആ ഉത്തരമാണ് ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സമാന്തര ശ്രേണികളുടെ തുക എന്ന പേരിൽ പഠിക്കുന്നു. കണക്ക് ഓർ ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ് എന്നെല്ലാം കേൾക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും ഇന്നും അതൊരു ബാലികേറ മല തന്നെയാണ്. എന്നാൽ ഈ കണക്കിനെ കൂട്ടുകാരനാക്കാൻ ടീച്ചർ ഒരു വിദ്യ പറഞ്ഞു തരട്ടെ. പാട്ടിലൂടെയും കഥകളിലൂടെയും കളികളിലൂടെയും ആക്ഷൻ സോങ്, അങ്ങനെ എത്ര വിദ്യകൾ. ഇവയിലൂടെയെല്ലാം നമുക്ക് കണക്കിനെ നമ്മുടെ ചങ്ങാതിയാക്കാവുന്നതേ ഉള്ളൂ. ഇന്നിവിടെ കണക്കിലെ ഏതാനും ചില പാട്ടുകളും കവിതകളും ചിത്രങ്ങളും കഥകളും ആക്ഷൻ സോങ്ങും എല്ലാം നിങ്ങൾക്കായി ഒരുക്കി തന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവർക്ക് എല്ലാ പിന്തുണയും നൽകിയ മാതാപിതാക്കൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ടീച്ചേഴ്സിനും എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന നമ്മുടെ HR സിസ്റ്ററിന് ഒത്തിരി നന്ദി. താങ്ക് യു.